നമസ്തേ. ഈ ബോക്സിലിരിക്കുന്നത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം ഇത്രയും വരെയുള്ള സെൻറ്റൻസ് വാക്യങ്ങൾ ഞാൻ വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. രാമസ്യ മാതാ കൗസല്യാ, ഭരതസ്യ മാതാ കൈകേയീ, ലക്ഷ്മണസ്യ മാതാ സുമിത്രാ, കുശസ്യ മാതാമഹഃ ജനകഃ, ദുര്യോധനസ്യ മാതുലഃ ശകുനിഃ. ഇപ്പം നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ രാമൻ്റെ അമ്മ കൗസല്യ. അപ്പോൾ രാമസ്യ എന്ന് പറയുമ്പോൾ രാമൻ്റെ, മാതാ കൗസല്യ. അത് അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ രാമൻ്റെ എന്ന് വരാൻ ഈ രാമശബ്ദത്തിൻ്റെ കൂടെ സ്യ എന്ന് ചേർക്കാം. സ്യ, രാമസ്യ, രാമഃ എന്നുള്ള ശബ്ദത്തിന് രാമസ്യ മാതാ കൗസല്യ. സംസ്കൃത പദങ്ങൾ വാക്യങ്ങൾ അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ്. ഇതാണ് അതിന് ഫുൾ സ്റ്റോപ്പ്, ദണ്ഡം എന്ന് പറയും. ശ്ലോകങ്ങളൊക്കെ എഴുതുമ്പോൾ ആദ്യത്തെ പാദം ഇതൊരു ശ്ലോകമാണ്. ഇതിൻ്റെ ആദ്യത്തെ പാദം ഒരു ദണ്ഡം, രണ്ടാമത്തെ പാദം രണ്ട് ദണ്ഡം. അപ്പോൾ ഒന്നാമത്തെ തന്നെ നമ്മൾ അവിടെ ശ്ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കോമയും ഇതിന് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും. പക്ഷെ സാധാരണ വാക്യങ്ങൾ എഴുതുമ്പോൾ ഒരു ദണ്ഡം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ആണെന്ന് അർത്ഥം. അതിന് ദണ്ഡം എന്ന് പറയും. ദണ്ഡം, വടി, വടി എന്ന് പറയാല്ലേ നമുക്കിനി. രണ്ടാമത്തത് ഭരതസ്യ മാതാ കൈകേയി തന്നെയാണല്ലോ അല്ലേ. ഭരതസ്യ, ഭരതഃ എന്ന പദം അതിൻ്റെ കൂടെ ഭരതൻ്റെ എന്ന് എഴുതാൻ സ്യ. അപ്പോൾ ഭരതൻ്റെ അമ്മ കൈകേയി. ലക്ഷ്മണസ്യ മാതാ സുമിത്ര, ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര. ലക്ഷ്മണഃ എന്ന ശബ്ദം അതിൻ്റെ കൂടെ സ്യ ചേർക്കുകയാണ് നമ്മൾ. കുശസ്യ മാതാമഹഃ ജനകഃ. കുശൻ ആരാണ്? ലവകുശൻ, ലവകുശൻ. ഇപ്പൊ കുശന്റെ ജനകൻ ആരാണ്? ജനകൻ കുശൻ ആരാണ്? അമ്മയുടെ അച്ഛൻ. അതാണ് മാതാമഹഃ. നമ്മൾ ബന്ധങ്ങൾ നമ്മൾ കാണും. മാതാമഹഃ. അപ്പൊ അമ്മയാണെങ്കിൽ മാതാമഹീ എന്ന് വരും. അച്ചമ്മ അല്ല, അച്ചമ്മ അച്ഛൻ്റെ അമ്മയായിട്ട് വരും. അപ്പൊ അമ്മയുടെ അച്ഛൻ എന്താ വിളിക്കുക നമ്മൾ? അല്ല, മലയാളത്തില് അപ്പൂപ്പൻ തന്നെ, എല്ലാം അപ്പൂപ്പൻ തന്നെ. അപ്പൊ ഇതിൽ മനസ്സിലാവും മാതാമഹഃ ലവകുശഃ. അപ്പൊ കുശഃ ശബ്ദത്തിന്റെ കൂടെ സ്യ ചേർക്കാണ്. അപ്പൊ കുശന്റെ, കുശന്റെ മാതാമഹഃ ജനകഃ. ദുര്യോധനസ്യ മാതുലഃ ശകുനിഃ. ദുര്യോധനന്റെ, ദുര്യോധനഃ എന്ന ശബ്ദം ഇപ്പൊ സ്യ ചേർക്കാണ്. ദുര്യോധനന്റെ മാതുലഃ അമ്മാവനാണ് ശകുനി. ഇനി ഇതുപോലെ പല സെന്റൻസസും എഴുതാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരുപാട് സെന്റൻസസ്. ഇത് മാത്രമല്ല വേറെ പലതും എഴുതാം. നിങ്ങൾ 2-3 സെന്റൻസസ് പറയൂ, വാക്യങ്ങൾ പറയൂ. സെന്റൻസ് പദം ഉപയോഗിക്കുമ്പോൾ വാക്യങ്ങൾ പറയൂ. രാമസ്യ ബഹു. ബഹു എന്ന് വെച്ചാൽ ആരാണ്? സീത. രാമസ്യ ബഹു അല്ലല്ലോ, രാമസ്യ പത്നി. രാമസ്യ പത്നി സീത. ഓക്കെ. രാമസ്യ ഭ്രാതാ ലക്ഷ്മണഃ. പിന്നെ ജനകസ്യ പുത്രഃ വരില്ലല്ലോ. ജനകസ്യ പുത്രി സീത. ജനകന്റെ മരുമകനാണല്ലോ രാമൻ. അപ്പൊ ജനകസ്യ പുത്രി സീത എന്ന് വരും. അങ്ങനെ പല 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 സെന്റൻസസ് നമുക്ക് എഴുതാം. സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് അഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരു 3 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ ആദ്യം വായിക്കാം. സിംഹഃ, എല്ലാം അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. സിംഹഃ സിംഹം. വ്യാഘ്രഃ പുലി, വ്യാഘ്രഃ വ്യാഘ്രഃ. മത്സ്യഃ മീന്. വാനരഃ വാനരൻ. കാക്കഃ കാക്ക. ബകഃ
കൊക്ക് ബകാസുരൻ. മകരഹ മകരാസുരൻ ഇല്ലല്ലോ അല്ലേ. മകരഹ മുതല മുതല മുതല. ഇത്രയും എഴുതിയിട്ടുണ്ട്. നടുവിൽ ഞാൻ വാസസ്ഥാനം എന്ന് എഴുതിയിരിക്കുകയാണ്. വാസസ്ഥാനം താമസിക്കുന്ന സ്ഥലം, വസിക്കാനുള്ള സ്ഥലം, വാസസ്ഥാനം. ഇവിടെ 3 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. നദി, വൃക്ഷം, വനം. അപ്പൊ ഇവയുടെ വാസസ്ഥാനം ഒന്നില്ലെങ്കിൽ നദിയായിരിക്കും, അല്ലെങ്കിൽ വൃക്ഷം, അല്ലെങ്കിൽ വനം. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണം. എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളായതുകൊണ്ട് അതിന്റെ അവസാനം സ്യ ചേർക്കണം. ഇതിന്റെ സ്യ ചേർത്ത് കഴിഞ്ഞാൽ സ്യ വാസസ്ഥാനം വൃക്ഷം, അല്ലെങ്കിൽ വനം, അല്ലെങ്കിൽ നദി. ഇപ്പൊ ശുകഃ തത്ത. ശുകസ്യ വാസസ്ഥാനം എന്തായിരിക്കും? വൃക്ഷം. വൃക്ഷഃ എന്നാണ് കറക്റ്റ്. ശുകസ്യ വാസസ്ഥാനം വൃക്ഷം, വൃക്ഷഃ എന്ന് വരും. സിംഹഃ സിംഹസ്യ വാസസ്ഥാനം വനം. ഇപ്പോൾ പക്ഷെ അത് മാറി മാറി വരിക അല്ലേ, ഗ്രാമമായി വരികയാണ്. സിംഹസ്യ വാസസ്ഥാനം. ശരി. വ്യാഘ്രഃ വ്യാഘ്രസ്യ വാസസ്ഥാനം വനം. പുലിയുടെ വാസസ്ഥാനം വനമാണ്. മത്സ്യഃ നദി. മത്സ്യസ്യ വാസസ്ഥാനം നദി. മത്സ്യസ്യ വാസസ്ഥാനം ഉദരഃ. പിന്നീട് ഭക്ഷണമായി തീരുമല്ലോ അല്ലേ. അപ്പൊ അത് മരിച്ചു കഴിഞ്ഞാല് നമ്മളൊക്കെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. മത്സ്യസ്യ വാസസ്ഥാനം ഇത് പറയുമ്പോൾ ഒരു വേറൊരു തമാശയാണ് ഓർമ്മ വരുന്നത്. വ്യാഘ്രഹ എന്നുള്ളതിന് ഒരു സിനിമയിൽ വന്ന ഒരു തമാശയാണ്. പക്ഷെ തമാശയാണെന്ന് ആദ്യം പറയാൻ പാടില്ലല്ലോ. പക്ഷെ ചിലരുണ്ട് എന്നെ പോലെയുള്ളവർ, ആദ്യം തമാശയാണെന്ന് പറയണം, അത് കഴിഞ്ഞിട്ട് തമാശ പറയണം, പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് തമാശയായിരുന്നു കേട്ടോ എന്ന് പറയണം. എന്നാലേ ട്യൂബ്ലൈറ്റ് ഉള്ളവർക്ക് കത്തില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഒരു ഫിലിമിൽ ഇങ്ങനെ ഒരു സർക്കസ്, വലിയ സർക്കസാണ്. അപ്പോൾ സർക്കസിൽ ഈ മൃഗങ്ങളൊക്കെ ചിലപ്പം കിട്ടില്ലല്ലോ അവർക്ക്. അപ്പം സർക്കസിന് വേണ്ടിയിട്ട് മൃഗത്തിന് വേണം. അപ്പോൾ അവർ കിട്ടുന്നില്ല. അപ്പം അവസാനം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വന്ന് കാണാനിരിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എല്ലാം ഈ സംഘാടകർക്കാണല്ലോ പ്രശ്നം. അപ്പം ഒരാളെ മോളീന്ന് താഴെ ഇറക്കണം. താഴെ ഇറക്കുക. എവിടെ ഇറക്കുക? ആ മൃഗത്തിൻ്റെ കൂട്. മൃഗത്തിന് ഇങ്ങനെ സഞ്ചരിപ്പിക്കും. സിംഹമാണ്. അപ്പോൾ മോളീന്ന് ഒരാളെ ഇറക്കും. എന്നിട്ട് അദ്ദേഹം ആ സിംഹത്തിൻ്റെ കൂടെ കളിച്ച് ഓടിച്ചാടി നടക്കണം. അതാണ് വേണ്ടത്. പക്ഷേ നന്നായിട്ട് മെരുക്കിയ സിംഹമായതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല എന്നാണ്. അപ്പം ഇദ്ദേഹം വിറച്ചുകൊണ്ട് ആ മോളീന്ന് ഒരാളെ ഇറക്കുകയാണ് താഴേക്ക്. താഴേക്ക് ഇറക്കി എല്ലാവരും നോക്കിയിരിക്കുകയാണ് നിശബ്ദമായിട്ട്. അപ്പം ഇദ്ദേഹം ഇറങ്ങി കൂടെ അയച്ചു വിട്ടു സിംഹത്തിന്. സിംഹം ഇങ്ങനെ നടന്നു വരാണ്. സിംഹാവലോകനം ഓർക്കുക. നമ്മുടെ സിംഹം ഓടിച്ചാടിയൊന്നും വരില്ലല്ലോ. പക്ഷെ എന്നാലും മാംസം കാണുകയാണ്, മനുഷ്യ മാംസം നല്ല അടുത്ത് വരികയാണ്. അപ്പം ഇത് ആ നിൽക്കുന്ന ആൾ വിറച്ച് വേർത്ത് ഒലിച്ച് ഇപ്പം മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സിംഹം അടുത്ത് വന്നിട്ട്, എടാ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുവല്ലോ, മൃഗത്തിന് കിട്ടാനില്ല. അപ്പം എവിടെ നിന്ന് കിട്ടും? അപ്പം മൃഗത്തിൻ്റെ വേഷം ധരിച്ച് ആരാ വന്നിരിക്കുന്നത്? ഒരു മനുഷ്യനാണ്. പക്ഷെ സുന്ദരമായിട്ട് കളിക്കുന്നു. വ്യാഘ്രഹ പുലി. ശരി. മത്സ്യഃ മത്സ്യസ്യ വാസസ്ഥാനം നദി. വാനരഃ വാനരസ്യ വാസസ്ഥാനം വൃക്ഷഃ. കാക്കഃ കാക്കസ്യ വാസസ്ഥാനം വൃക്ഷഃ. വനത്തിലും കാണാം അല്ലേ, വനത്തിലും വൃക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ. ബകഃ ബകസ്യ വാസസ്ഥാനം വനവും ഉണ്ടാവും, അല്ലെങ്കിൽ നദിയും ആകാമല്ലോ, കൊക്കുകൾ. മകരഃ മുതല. മകരസ്യ വാസസ്ഥാനം നദി. അപ്പൊ സ്യാ ചേർക്കുമ്പോൾ എന്താണ് അർത്ഥം വരിക എന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു ശ്ലോകം കാണാം. നല്ല പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. പുണ്യസ്യ ഫലം ഇച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാഃ ഫലം പാപസ്യ നേച്ഛന്തി പാപം കുർവന്തി യത്നതഃ. പുണ്യസ്യ രാമസ്യ ഭരതസ്യ
ലക്ഷ്മണസ്യ എന്ന പോലെ പദമാണ് പുണ്യസ്യ. അപ്പൊ അർത്ഥം പുണ്യത്തിന്റെ. പുണ്യത്തിന്റെ ഫലം, ഫലത്തെ ഇച്ഛന്തി ഇച്ഛിക്കുന്നു. ആര്? ഇച്ഛന്തി. നാ വരുന്നുണ്ട് ഇവിടെ പാതി, അതുകൊണ്ട് ഇത് ബഹുവചനമായിരിക്കും ഇതിന്റെ സബ്ജക്റ്റ്. എന്താണ് സബ്ജക്റ്റ്? മാനവാഹ. മാനവാഹ മനുഷ്യര് പുണ്യസ്യ ഫലം ഇച്ഛന്തി. ശരി, മാനവാഹ നേച്ഛന്തി എന്താണ്? പുണ്യം. പുണ്യത്തിന്റെ ഫലമാണ് അവർക്ക് ആവശ്യം. ശരിക്കും പുണ്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ടാണ്? അടുത്ത ശ്ലോകത്തിൽ അതിന്റെ അർത്ഥം പറയുന്നു. ഫലം പാപസ്യ നേച്ഛന്തി പാപം കുറുവന്തി യത്നതഃ. എന്തുകൊണ്ടാണ് പുണ്യം അവർക്ക് ആവശ്യമില്ല എന്ന് ചോദിക്കുന്നത്? ഇച്ഛിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? കാരണം ഫലം പാപസ്യ നേച്ഛന്തി പാപം കുറുവന്തി യത്നതഃ. പാപം കുറുവന്തി, പാപം ചെയ്യുന്നു. കുറുവന്തി ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? യത്നതഃ, യത്നിച്ചുകൊണ്ട് അവര് പാപം ചെയ്യുന്നു. ഇത് ഭാഗവതത്തിലുള്ള ശ്ലോകമാണോ? അല്ലല്ലോ അല്ലെ. പാപം യത്നിച്ചുകൊണ്ട് ചെയ്യുന്നു, പക്ഷെ ഫലം പാപസ്യ ന ഇച്ഛന്തി. പാപത്തിന്റെ ഫലത്തിനെ, പാപസ്യ പാപത്തിന്റെ ഫലത്തിനെ ന ഇച്ഛന്തി ഇച്ഛിക്കുന്നില്ല, പക്ഷെ ചെയ്യുന്നതോ? അപ്പൊ കിട്ടുന്നത് എന്താണ്? പാപം തന്നെയല്ലേ കിട്ടുക. പാപം ചെയ്യുന്നു, പാപത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നില്ല. പുണ്യം ഫലം ഇച്ഛിക്കുന്നു, പക്ഷെ പുണ്യം നേച്ഛന്തി, പുണ്യം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ പുണ്യം നേച്ഛന്തിക്ക് പകരം പുണ്യം ന കുറുവന്തി എന്ന് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതാണെങ്കിൽ ആന്തരികമായ അർത്ഥം കുറച്ച് കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് സിമ്പിളാണ്. എന്താണ്? പുണ്യമുണ്ട്, പാപമുണ്ട്. പുണ്യമാണ് ആവശ്യം, പക്ഷെ ചെയ്യുന്നത് എന്താണ്? പാപമാണ്. അതുകൊണ്ട് കിട്ടുന്നത് എന്താണ്? പാപഫലം. ഇത് ഓർക്കുമ്പോൾ ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. ഒരു കുട്ടി, ആ കുട്ടി ഈ കാള ഉണ്ടാവുമല്ലോ, കാളയ്ക്ക് കൊമ്പുകൾ ഉണ്ടാവുമല്ലോ. പല പല കാളകൾക്ക് പല പല സൈസിലുള്ള കൊമ്പാണ്. ചിലതൊക്കെ ഇങ്ങനെ നല്ല വളഞ്ഞിട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പം ഒരു കുട്ടി ഒരാഴ്ച കൊണ്ട് ഒരു കാളിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയുടെ തല ഈ കാളയുടെ 2 കൊമ്പിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാളയാണെങ്കിൽ ഓട്ടം മതമിളകിയൽ പോലെ ഓടുകയാണ്. അപ്പം എന്നെ രക്ഷിക്കൂ 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 പറഞ്ഞ് നിലവിളിക്കുകയാണ് ആ കുട്ടി. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെയൊക്കെയോ ആ കാളേനെ പിടിച്ച് ആ കുട്ടീനെ പുറത്താക്കി. അപ്പം ചോദിച്ചു, എങ്ങനെ സംഭവിച്ചു ഇത്? ഒരു ആലോചന ഇല്ലാതാണല്ലോ നീ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഈ കുട്ടി പറയണം, അങ്ങനെ പറയരുത് കേട്ടോ, ഒരു ആലോചനയും ഇല്ലാതെ ഞാൻ ചെയ്തു എന്ന് പറയരുത്. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്താലോചിച്ചു? എൻ്റെ ഈ കഴുത്ത് ഈ കാളയുടെ കൊമ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് ആലോചിച്ചു. അപ്പം ആലോചിച്ച് ചെയ്തു. എന്ത് ചെയ്തു? പാപമാണല്ലേ. പാപം, കഷ്ടമാണ് ചെയ്തത്. കിട്ടിയത് എന്താണ്? കഷ്ടമാണ്. പക്ഷെ ശരിക്കും വേണ്ടിയത് കഷ്ടമാണോ? അല്ല. അത് വിചാരിച്ചു, ഓ ഇത് രസമായിരിക്കും, നല്ല രസമായിരിക്കും, കുട്ടി ഫ്രീ ടൂർ പോകാമല്ലോ കാളയുടെ കൂടെ, നല്ല സ്പീഡായിട്ട് നമ്മൾ ഈ ജൈൻറ്റ് വീലൊക്കെ കയറി ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ മുകളിൽ പോയിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പോയി വരുമല്ലോ, അതേപോലെ ഫ്രീ ആയിട്ട് നമുക്ക് പൈസയൊന്നും കൊടുക്കാതെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കുട്ടി. ഈ ഒരു ശ്ലോകത്തിൽ ആദ്യത്തെ അവസാനത്തെ ആ പദം പുണ്യം നേച്ഛന്തി മാനവാഹ എന്ന് പറയുമ്പോൾ അത് ആന്തരികമായ അർത്ഥം കൂടി അതിൽ എടുക്കണം, എന്നാലേ അത് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പൊ സ്യ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ കൂടെ സ്യ ചേർത്ത് കഴിഞ്ഞാൽ ഇന്റെ എന്ന അർത്ഥം വരും. കുശന്റെ, ലക്ഷ്മണന്റെ, ഭരതന്റെ, രാമന്റെ. ഇനി കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.